അതിന് ഒരു അതിദരിദ്രർ എന്നുള്ള ഒരു ഉദാഹരണമാണ് 365 ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാരവും രാപ്പകൽ സമരവും നടത്തുന്ന ആശാവർക്കർമാർ 232 രൂപ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ ജീവിക്കും? അവരല്ലേ അതിദരിദ്രർ? ഈ പ്രഹസനത്തിന് വേണ്ടി കോടികൾ മുടിപ്പിക്കുന്നതിന് നമ്മുടെ ഖജനാവിൽ പണമുണ്ട്. എന്നാൽ അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അത് ചെലവഴിക്കാനുള്ള പണം നമ്മുടെ സർക്കാരിനില്ല. ഞങ്ങളെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മളിവിടെ നിന്ന് എണീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഒരു 1000 രൂപ 2 ദിവസത്തിന് മുന്നേ പ്രഖ്യാപനം നടന്നത്. പക്ഷേ അത് നമ്മുടെ സമരത്തിൻ്റെ വിജയം തന്നെയാണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ, മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ, ഒരു ടാർപ്പ പോലും കെട്ടാനില്ല അനുവദിക്കാതെ, പാട്ടപിറക്കികളൊന്നും ഒക്കെ പറഞ്ഞ് സ്ത്രീകളെ അധിക്ഷേപിച്ച ഈ സർക്കാർ, ഈ ഭരണ സംവിധാനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഹസനം നടത്തുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു കാരണവശാലും നമുക്കിത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതിദരിദ്രർ 3 നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനുണ്ട് എങ്കിൽ ഞങ്ങൾ ഇവിടെ ഈ തെരുവോരത്ത് വന്നിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അപ്പോൾ കോടികൾ മുടക്കി ഓരോ ഫംഗ്ഷനും നടത്താൻ നമ്മുടെ ഖജനാവിൽ പണമുണ്ട്. കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാനൊന്നുമില്ല.